ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമുക്ക് ഹെൽത്തി ആയിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ വീട്ടിലുള്ളത് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാ. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴമുള്ള വലിയ പഴം അതിട്ട് കൊടുക്കാം. അതിലേക്ക് 2 ഏലക്കായ, 1 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ചെറിയ പീസൊന്നും ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട ഇട്ട് കൊടുക്കാം. 2 3 ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിലേക്ക് 2 ടീസ്പൂണോളം തരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ മൈദയൊന്നും ചേർക്കുന്നില്ല. തരി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീയോ ഓയിലോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു ഭംഗിക്കും കുറച്ച് ടേസ്റ്റും കൂടി ഉണ്ടാവും നമ്മൾ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഇതുപോലൊന്ന് മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാനുള്ളത് മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഈത്തപ്പഴമുണ്ടല്ലോ, ഡേറ്റ്സ്, അതും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല, നല്ലോണം കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.